ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. A.K. ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വാഴക്കുല പഠനം മന്ദഗതിയിലും മാറ്റിയിടൽ പരിപാടി ഉന്മേഷമായും മുന്നോട്ടു പോയി. പോകെ പോകെ മാറ്റിയിടാൻ കൊടുക്കുന്ന ഡ്രസ്സുകളുടെ അവകാശി കുട്ടിമാമനാണോ എന്ന് തോന്നിക്കും വിധം കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഒരു ദിവസം പാവം മഹിച്ചേട്ടൻ ചോദിക്കുന്നത് കേട്ടു, കുട്ടിയാച്ചാനേ, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച തന്ന ആ കറുത്ത പാൻറ്റും ചുവന്ന ഷർട്ടും ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു. ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്. അപ്പം പിന്നെ നായരമ്പലത്തെ അമ്പല പ്രോഗ്രാമിന് ഞാനെന്തിടും മഹി? കുട്ടിമാമൻ ചൊടിച്ചു. എങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ച തന്ന ചാണക കളർ പാൻറ്റും തത്തപ്പച്ച ഷർട്ടും ഇല്ലേ, അത് കിട്ടിയാലും മതിയായിരുന്നു. മഹി, ഞാനത് ചെറായി അമ്പലത്തിലെ പ്രോഗ്രാമിന് ഇടാൻ വെച്ചിരിക്കുക. അത് കഴിയട്ടെ, കുട്ടിമാമൻ കട്ടായം പറഞ്ഞു. മോനെ മഹി, നിന്റെ വാഴക്കുല എന്തെങ്കിലും പഴുക്കോടാ? വേലായുധം മാഷിൻ്റെ പിരിപിടിപ്പിക്കൽ. കുട്ടിയാശാനെ മുഷിപ്പിക്കാൻ മനസ്സ് വരാതെ മഹിച്ചേട്ടൻ സ്ഥലം കാലിയാക്കി. പിറ്റേന്ന് വല്യമ്മാവൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴുണ്ട് മഹിച്ചേട്ടൻ്റെ അമ്മ ജാനകി ചേച്ചി തറവാട്ടിൽ ഹാജർ. കുട്ടിമാമന് മാറിയിടാൻ കൊടുത്ത ഏതെങ്കിലും ഒരു ജോഡി ഡ്രസ്സ് കല്യാണത്തിന് പോകാൻ വാങ്ങിക്കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തുകൊള്ളാം. ഇത് കേട്ട അമ്മാമ്മയ്ക്ക് കലി കയറി. അത് വല്യമ്മാവനിലേക്കും പകർന്നു. ആ വേഷം കെട്ടുകാരൻ ഇന്നിങ്ങ് വരട്ടെ, അവൻ്റെ പെടലിക്ക് ഞാനൊന്ന് കൊടുക്കും. വല്യമ്മാവൻ്റെ കോപം. അയ്യോ, അതൊന്നും വേണ്ട, മഹിയുടെ ആശാനാണ് ജാനകി ചേച്ചി. ആശാൻ്റെ മീശ ഞാനിന്ന് പറിക്കും, നാണം കെട്ടവൻ. വല്യമ്മാവൻ കുട്ടിമാമൻ്റെ മുറി തുറന്നു നോക്കുമ്പോൾ ഒരു ജോഡി പാൻസും ഷർട്ടും മുഷിഞ്ഞു നാറിക്കിടപ്പുണ്ടവിടെ. ഞാനിത് ഗൊർലിബായിയെ കൊണ്ട് അലക്കിച്ചു തരാം ജാനകി, അമ്മാമ്മ മര്യാദ പറഞ്ഞു. തറവാട്ടിൽ അമ്മാമ്മയുടെ സഹായിയാണ് ഗൊർലിബായി. പക്ഷെ തന്നെത്താൻ അലക്കിക്കൊള്ളാം എന്ന് വിനയപൂർവ്വം നിർബന്ധിച്ച് ജാനകി ചേച്ചി ഡ്രസ്സുമായി പോയി. പാവം വല്യമ്മാവൻ ഒരു പാഠം പഠിക്കാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് വടക്ക് പടിഞ്ഞാറ് മാറി പാടത്തിനരികിലുള്ള വീട്ടിലാണ് വല്യമ്മാവൻ്റെ താമസം. എന്നും ജോലിക്ക് റെഡിയായി പോകുന്നത് പക്ഷേ തറവാട്ടിൽ നിന്നാണ്. തറവാട്ടിലെ ഒരു മുറിയുടെ ചുവരിൽ ഡയമണ്ട് ആകൃതിയിലുള്ള ഹാങ്കറിൽ ഡ്രസ്സ് തൂക്കും. അതിന് മുകളിലായി ചുവരിൽ വെച്ച് കെട്ടിയ പലകയിൽ ബാഗും മറ്റും വയ്ക്കും. ഒരു ദിവസം രാവിലെ വല്യമ്മാവൻ ജോലിക്ക് പോകാനായി തറവാട്ടിലെത്തി നോക്കുമ്പോഴുണ്ട് ഷർട്ടും മുണ്ടും ഉണ്ട്. പക്ഷെ അലക്കി തേച്ച് ഹാങ്കറിൽ തൂക്കിയിരുന്ന വള്ളി നിക്കർ കാണാനില്ല. കോലാഹലമായി. അന്വേഷണം കുട്ടിമാമനിൽ എത്തി നിന്നു. ആൾ അതുവഴി വന്നു പോയെന്ന് അമ്മാമ്മ സാക്ഷി പറഞ്ഞു. വല്യമ്മാവൻ ദേഷ്യം കൊണ്ട് പൊട്ടിച്ചിതറുന്ന മട്ടിലായി. അവൻ്റെ നടുംപുറത്ത് ഞാൻ പരുത്തിപ്പത്തലിനടിക്കും. വേറൊരാളുടെ അണ്ടർവെയർ ഇടുന്ന വൃത്തികെട്ടവൻ. ആ വേഷം കെട്ടുകാരൻ്റെ കാലിൻ്റെ മുട്ടുചരട്ട ഞാൻ തകർക്കും. ചവിട്ട് ഞാൻ അവനെ പുത്തൻ തോട്ടിലിടും. കുട്ടിമാമനോട് ചെയ്യാൻ പോകുന്ന ഒട്ടേറെ പദ്ധതികൾ വിളിച്ചു പറഞ്ഞ് തെല്ലൊരാശ്വാസം കിട്ടിയപ്പോൾ അമ്മാമ്മയോട് പാവത്തിൻ്റെ പരാതി പറച്ചിൽ. അമ്മേ, ഇന്ന് ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? വല്യമ്മാവൻ്റെ അന്നത്തെ ജോലി മുടങ്ങി. ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. A.K. ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വായിച്ചത് പ്രീതി ജോസഫ്. ഹൈ ഹൈ